നന്ദുവിന്റെയും മനിയുടെയും മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അനിയാണെങ്കിലും അനാമിക കൊടുത്ത കള്ളക്കേസിന്റെ പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്യുക ചെയ്യുന്നുണ്ടല്ലോ. എന്നിട്ട് മുത്തശ്ശൻ തന്നെ നേരിട്ട് പോയി ഇടപെട്ട് ജാമ്യത്തിൽ ഇറക്കുന്നുണ്ട് അനിയെ. ഇതെല്ലാം അനാമികയുടെ പണിയാണെന്നൊക്കെ മനസ്സിലാക്കുമ്പോഴേക്കും മുത്തശ്ശനാണെങ്കിലും വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. ജാനകിയോട് പോയിട്ട് ഈ വിവരങ്ങളെല്ലാം പറയുന്നുണ്ട്. നീ നിന്റെ മരുമകളെ പൊക്കിക്കേറ്റി തലയിൽ വെച്ചിരിക്കുകയല്ലായിരുന്നോ? ഇപ്പൊ എങ്ങനെയുണ്ട്? നിന്റെ മകനെ തന്നെ അവൾ സ്റ്റേഷനിലാക്കിയില്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതിന് കാരണം ഉണ്ടാക്കിയത് അവൻ തന്നെയല്ലെന്ന് പറയുകയാണ് ജാനകി. അനാമിക മോളെ ഇങ്ങോട്ടേക്ക് കല്യാണം കഴിച്ചു കൊണ്ടുവന്നിട്ട് വേറെ ഒരുത്തിട്ട് പിന്നാലെ നടന്ന് ബന്ധം സ്ഥാപിക്കാൻ നോക്കിയാൽ അത് ഏത് പെണ്ണിനെ ആച്ചാ സഹിക്കാന്നൊക്കെ ഉള്ള രീതിയിൽ ചോദിക്കുകയാണ്. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മിണ്ടി പോകരുത് നീ. അവളുടെ എല്ലാ ചുറ്റുകളികളും നീ അറിഞ്ഞതല്ലേ? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ നീ അഭിനയിക്കാല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജാനകി ഒന്നും മിണ്ടുന്നില്ല. മുത്തശ്ശൻ പറയുന്നുണ്ട്, അവളുടെ എല്ലാ കളികളും ഞാൻ കണ്ടതാണ്. പല പയ്യന്മാരുമായിട്ട് ചുറ്റിത്തിരിയുന്നതും അവളുടെ എല്ലാ സംഭവ വികാസങ്ങളും ഞാൻ അറിഞ്ഞതാണ് എന്നിങ്ങനെ പറയുകയാണ്. ഇതൊക്കെ കേട്ടോണ്ട് ഒന്നും മിണ്ടാതെ ജാനകി അവിടെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ദേവയാനി പറയുന്നുണ്ട്, ഇവക്ക് ഇങ്ങനെ പറ്റുള്ളൂ. അവളുടെ മോനെ കുറ്റപ്പെടുത്തിയാലും സാരമില്ല, അവളുടെ മരുമകളെ തലയെ കയറ്റി വെക്കും. ആ അനാമിക കാരണം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായെന്നുള്ളത് നീ ഒന്ന് ഓർത്തു നോക്കിയേ. അന്ന് ആ പാല് നവ്യ കുടിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്ത് നവ്യം കുഞ്ഞും കാണില്ലായിരുന്നു. എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഞാൻ അന്നതെടുത്ത് കുടിച്ചു. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നത്. അല്ലെങ്കിൽ ഞാനും ഈ ഭൂമിയിൽ കാണില്ലായിരുന്നു. അങ്ങനെ ഒരാളെ കൊല്ലാൻ പോലും മനസ്സുള്ള ഒരുത്തിയാ ഈ കുടുംബത്തിലോട്ട് കയറി വന്നത്. എന്നിട്ടാണോ ജാനകി നീ അവൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. ദേവാനി പറയുന്നുണ്ട്, നീ പലപ്പോഴും പറയാറുണ്ടല്ലോ അതൊക്കെ നയന ചെയ്തതാണെന്ന്. നയനയല്ല, അവൾ തന്നെ അതൊക്കെ ചെയ്തെന്നുള്ളത് അവളുടെ വായിൽ നിന്ന് തന്നെ ഞാൻ നേരിട്ട് കേട്ടതാണ്. അങ്ങനെയുള്ള ആ സത്യങ്ങളൊക്കെ നീ തന്നെ അവരുടെ വായിൽ നിന്ന് കേട്ടാലേ നീയും പഠിക്കുള്ളൂ എന്ന് പറയുകയാണ്. അനാമിക എന്തായാലും ഇനി അനിയുടെ ജീവിതത്തിലേക്ക് വരാൻ പാടില്ല. നീ അവന്റെ അമ്മയൊക്കെ തന്നെ ആയിരിക്കും, പക്ഷെ ഞങ്ങൾ പറഞ്ഞ വാക്കിന് മറ്റൊരു വാക്കില്ല. ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അനാമിക ഇങ്ങോട്ടേക്ക് കയറ്റില്ല എന്ന് തന്നെ ദേവയാനി ദേഷ്യത്തിൽ തന്നെ പറയുകയാണ്. ജാനകി പറയുന്നുണ്ട്, അനാമികയെ തന്നെ ഇങ്ങോട്ടേക്ക് മരുമകളായിട്ട് പിന്നെയും കൂട്ടിക്കൊണ്ട് വരണമെന്ന് ഞാൻ പറയുന്നില്ല. അവൾ തെറ്റ് ചെയ്തു. അവളുടെയും അവളുടെ വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിച്ചു. നമ്മളോട് ഒരുപാട് കള്ളത്തരങ്ങൾ പറഞ്ഞു, പല കള്ളത്തരങ്ങളും കാണിച്ചു. നമ്മളോട് അതൊക്കെ മറച്ചു വെക്കാനും അവർ ശ്രമിച്ചു. പക്ഷേ അതിന്റെ പേരിൽ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് ആരും വിചാരിക്കേണ്ട. നവ്യ പറയുന്നുണ്ട്, ചെറിയമ്മ എന്തായാലും അക്കാര്യത്തിൽ കൂടുതൽ സംസാരിക്കാനൊന്നും നിൽക്കണ്ട. ചെറിയമ്മയുടെ മോനെക്കാളും നല്ല ഉത്തരവാദിത്വം കാര്യപ്രാപ്തിയുള്ള ഒരു ആളെ തന്നെയാണ് നന്ദുവിനെ കല്യാണം ആലോചിച്ച് അങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. അതുകൊണ്ട് അവളുടെ കാര്യത്തിൽ ചെറിയ മീന് ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല ബന്ധമാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അതുപോലുള്ള നല്ല നല്ല ബന്ധങ്ങൾ നന്ദുവിനെ തേടി വരും. ഇപ്പൊ തന്നെ വന്നിരിക്കുന്നത് ഒരു സിഐയുടെ ആലോചനയാണ്. അതിന് മുകളിലുള്ള ആളുകൾ പോലും അവളെ അന്വേഷിച്ച് വരും. പിന്നെ ചെറിയമ്മയുടെ മോനാണല്ലോ എൻ്റെ അനിയത്തിന്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നത്. അതൊക്കെ ഒന്ന് ഓർത്താൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ ദേഷ്യപ്പെട്ട അകത്തോട്ട് കയറി പോകുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇപ്പോഴും അവളുടെ പിന്നാലെ ചുറ്റി നടക്കുന്നത് അനിയാണ്. അതിന് അവളെയും അവളുടെ വീട്ടുകാരെയും കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ജാനകി? ഗോവിന്ദനോ കനകയോ ഒന്ന് സമ്മതം മൂളിയ ഞാൻ തന്നെ ഇവരുടെ വിവാഹം മുന്നിൽ നിന്ന് നടത്തി കൊടുക്കും. ഇപ്പൊ എതിരെ നിൽക്കുന്നത് അവരാണ്. ഒരിക്കലും നീയുള്ള തറവാട്ടിൽ അവരുടെ മോളെ ഇങ്ങോട്ടേക്ക് വിടില്ലെന്ന് തന്നെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശൻ ജാനകിയോട് ദേഷ്യപ്പെടുകയാണ്. അനിയാണെങ്കിലും ഇതൊക്കെ കേട്ടിട്ട് ആകപ്പാടെ വിഷമിച്ചിങ്ങനെ റൂമിലിരിക്കുന്നുണ്ട്. ഇവരാരും തന്നെ സമ്മതിച്ചുകൊണ്ട് ഇവന്റെ കല്യാണം എന്തായാലും നടക്കാൻ പോകുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളും പോരുവത്തും ഒക്കെ ആയിട്ട് നിൽക്കുകയാണല്ലോ. ഈ ഉള്ള പ്രശ്നങ്ങളൊക്കെ പോരഞ്ഞിട്ടാണ് ഇതിന്റെ ഇടയിൽ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനായിട്ട് സിയെയും കൂടെ വന്നേക്കുന്നത്. ആ സിയെ ഇളക്കി വിടുന്നത് അനാമിക തന്നെയാണ്. അനാമികയും സിയെയും കൂടെ ഗ്യാങ് കളിക്കാന്നൊക്കെയുള്ളത് നമ്മുടെ അനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ കൂട്ടുകാരുടെ ലക്ഷ്യം നന്ദുവിനെ അനിയും തമ്മിൽ പിരിക്കുക എന്നുള്ളതാണല്ലോ. അനാമികയ്ക്കാണെങ്കിൽ വേറൊരു കാമുകൻ ഉണ്ടെങ്കിൽ പോലും അനിയുടെ ജീവിതം നന്നായിട്ട് പോകരുതെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ പോലീസുകാരനാണെങ്കിലും നന്ദുവിനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ്. അതിന് ഏത് വഴിയും സ്വീകരിക്കും, എങ്ങനെയും അത് നടത്തണം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിൽ അവർ പ്ലാൻ ചെയ്യുകയാണ്. ആ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുക്കാനായിട്ട് വേണു സിയെനെ വീട്ടിലോട്ട് വിളിപ്പിക്കുന്നുണ്ട്. അങ്ങനെ സിയെ ആണെങ്കിലും അവരുടെ വീട്ടിലേക്കൊക്കെ വരുന്നുണ്ട്. അനാമികയും വീണും രേവതിയൊക്കെ കൂടിയിട്ട് സിയയ്ക്ക് നല്ലൊരു വരവേൽപ്പൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അനന്തപുരിയിലെ കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അവിടെ ഒരു പട്ടാളച്ചിട്ട പോലെയാണ്, അവിടെ ഒരു രാജാവുണ്ട്. അങ്ങേരെ എതിർത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങേര് പറയുന്ന പോലെ അവിടെ നടക്കുകയുള്ളൂ. അങ്ങനെയാണ്, പെണ്ണുങ്ങൾക്ക് അവിടെ സ്വാതന്ത്ര്യമില്ല, ഒരു അഭിപ്രായം പറയാൻ പറ്റത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ ജീവിക്കാൻ, ജയിലിൽ കഴിയുന്ന പോലെയൊക്കെ ആണെന്നൊക്കെയുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. കല്യാണത്തിന് ശേഷം ആരെയാണെങ്കിലും ഇതുപോലെ മറ്റൊരു പെൺകുട്ടിയുടെ പുറകെ നടക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭാര്യ ഭർത്താവ് എന്നുള്ളൊരു ബന്ധമേ ഉണ്ടായിട്ടില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്കൊന്നും അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല, എന്നാൽ അവിടുന്ന് മാറി താമസിക്കാനും നമുക്ക് പറ്റത്തില്ല. എല്ലാം ആ മുത്തശ്ശന്റെ കാൽ കീഴിലാണല്ലോ, അതുകൊണ്ട് അങ്ങനെ മാറി താമസിക്കാനും അവർ സമ്മതിക്കില്ല എന്നൊക്കെ പറയുകയാണ് അനാമിക. ഞങ്ങൾക്ക് മാത്രമല്ല, ആദർശിന്റെ താഴെ ഒരാളുണ്ട്, അഭിയേട്ടനും അവിടുന്ന് മാറി താമസിക്കണം എന്ന് തന്നെ ആഗ്രഹം. പക്ഷേ എന്നിട്ട് പോലും അവർക്ക് വേണ്ട സ്വത്തൊക്കെ വീതം വെച്ച് കൊടുക്കുകയോ ആ തറവാട് വീതം വെച്ച് എല്ലാവർക്കും കൊടുക്കാനുള്ളത് കൊടുക്കുകയോ ചെയ്യുകയില്ല. മൊത്തം ആദർശന്റെ കൈപ്പടിയിൽ ഒതുക്കിയിരിക്കുകയാണ്. ആദർശം നയനയുമാണ് ഈ കളികളെല്ലാം കളിക്കുന്നത്. മുത്തശ്ശനും മുത്തശ്ശിയും സമ്മതിച്ചാൽ പോലും അവർ രണ്ടുപേരും സമ്മതിക്കുകയില്ല. കാരണം എല്ലാം അവരടിച്ചു മാറ്റണമെന്നാണ് വിചാരിച്ചേക്കുന്നതെന്നൊക്കെ പറയുകയാണ് കേട്ടോ വീണു.
അന്നേരം സി ഐ സച്ചിൻ പറയുന്നുണ്ട് അവരോട്, ഞാൻ കേട്ടതും അങ്ങനെ തന്നെയാണ്. ആദർശധീരനായ മുത്തശ്ശൻ്റെ അതേ പകർപ്പാണ് ആദർശം എന്നൊക്കെയാണ് ഞാൻ കേട്ടിരുന്നത്. പക്ഷെ അതൊക്കെ വെറും തെറ്റിദ്ധാരണകളായിരുന്നു എന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. അയാളുടെ പേരിലുള്ള ആ കേസുണ്ടല്ലോ, കല്യാണത്തിന് മുമ്പേ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ കേസ്, അതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അവരോട്. വേണു പറയുന്നുണ്ട്, ഇല്ലാതെ പിന്നെ ആ കുഞ്ഞു പിന്നെ എവിടുന്ന് വരാനാ എൻ്റെ സാറേ? എങ്ങോ കിടന്ന ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് തറവാട്ടിൽ താമസിപ്പിച്ചില്ലേ ആ കാരണവര്. അതിനകത്തൊക്കെ എന്തൊക്കെയോ കളികളുണ്ടെന്നേ, അതൊന്നും അവർ വ്യക്തമാക്കുന്നില്ല. എന്തായാലും അനഘ എന്ന് പറയുന്ന പെണ്ണ് ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഒന്ന് സംസാരിക്കാനോ കയ്യും കാലും അനക്കാനോ പറ്റത്തില്ലെന്നേ ഉള്ളൂ. ഇനി എന്തെങ്കിലും അവളുടെ അസുഖമൊക്കെ മാറി അവൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അന്ന് ഈ നയനയുടെ കഥകളൊക്കെ തീരും. പിന്നെ 2 ഭാര്യമാരുമായിട്ട് അവന് ജീവിക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ വേണു പറഞ്ഞ് കളിയാക്കുകയാണ് ആദർശിനെ. അതുകൊണ്ട് തന്നെയല്ലേ ആ മൂർത്തി എന്ന് പറയുന്ന ആള് ഈ കാര്യങ്ങളൊന്നും പുറം ലോകം അറിയാതെ എല്ലാം വീടിനകത്ത് തന്നെ ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇപ്പം എൻ്റെ മോള് കാരണമാ ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞത്. എൻ്റെ മോള് മീഡിയയ്ക്ക് മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടല്ലേ അവരുടെയൊക്കെ ശരിക്കുള്ള സ്വഭാവം ഈ ജനങ്ങൾക്കൊക്കെ മനസ്സിലായത്. ഇല്ലെങ്കിൽ ഇത് ആരെങ്കിലും അറിയുമായിരുന്നോ? ഇതെല്ലാം ഇങ്ങനെ മൂടി മറിച്ച് വെച്ചേനെ. പണമുള്ളവർ പണം കൊടുത്ത് പലതും മൂടി മറിച്ച് വയ്ക്കും. പണവും സമ്പത്തും കൊടുത്ത് സ്വാധീനിച്ച് പല കാര്യങ്ങളും അവർ മൂടി വെക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് പറയുകയാണ് വേണു. അന്നേരം അനാമിക പറയുന്നുണ്ട്, അതങ്ങനെയല്ല അച്ഛാ, അതിലെന്തോ വേറെ കള്ളക്കളികളൊക്കെ നടക്കുന്നുണ്ട്. എനിക്കെന്തോ ചെറുതായിട്ട് എനിക്ക് അഭിയേട്ടന് ചെറിയ സംശയമൊക്കെ ഉണ്ട്. കാരണം അയാളുടെയും അയാളുടെ ഭാര്യയുടെയും ചില സമയത്തെ വർത്തമാനങ്ങളിൽ നിന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടുണ്ട്. പിന്നെ എല്ലാവരും ആദർശിനെയാണല്ലോ ഇങ്ങനെ പറയുന്നത്. എല്ലാവരും ആദർശിനെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അവിടെ 1-2 ആൾക്കാർ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും ഇതിനകത്ത് എന്താ സംഭവിച്ചെന്നുള്ളത് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് ചെറിയ സംശയം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും വേണു പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആയിക്കോട്ടെ മോളെ, നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം നമ്മൾ നോക്കിയാൽ മതി എന്ന് പറയുകയാണ്. ഉടനെ രേവതി പറയുന്നുണ്ട്, എന്തായാലും അനന്തപുരിക്കാർ മൊത്തം നാറിയിരിക്കുക. അവർക്കിപ്പോൾ പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. എൻ്റെ മോളെ അവിടെയിട്ട് കുറേ കഷ്ടപ്പെടുത്തിയതാ അവിടെയുള്ള എല്ലാവരും, അനുഭവിക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരം സി ഐ സച്ചിൻ പറയുന്നുണ്ട്, എന്തായാലും എനിക്കതൊന്നും ഒരു പ്രശ്നമല്ല. നന്ദുവിനെ എനിക്ക് വിവാഹം കഴിക്കണം. അവളെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എൻ്റെ വേവലിംഗത്തിന് പറ്റിയ ഒരു പെണ്ണാണ് നന്ദു. അതിപ്പോൾ എൻ്റെ ഒരു വാശിയായിട്ട് മാറിയിരിക്കുകയാണ്. എല്ലാവരുടെ മുമ്പിൽ വെച്ച് അവൾ എന്നെ അപമാനിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവളെ കല്യാണം കഴിച്ച അവരോട് എനിക്ക് പ്രതികാരം ചെയ്യണമെന്നൊക്കെ പറയുകയാണ് സി ഐ. അനാമിക പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി. അവനിട്ടൊരു പണി വേണം. ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയാലും എൻ്റെ സ്ഥാനത്തേക്ക് ഇവള് കയറി ചെല്ലരുതെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സാറവളെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അനാമിക. എന്തായാലും അവനുമായിട്ട് ഞാൻ എന്തായാലും ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകില്ല. എനിക്ക് വേറെ നട്ടലുള്ള ആണൊരുത്തം ബോയ്ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ കൂടെ സുഖമായിട്ട് ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും അവിടുന്ന് കിട്ടാവുന്നതിൻ്റെ മാക്സിമം നഷ്ടപരിഹാരം മേടിച്ചിട്ടേ ഞാൻ അവനെ ഡിവോഴ്സ് ചെയ്യുള്ളൂ. ആ തറവാടിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ പുറം ലോകത്തെ അറിയിച്ച് അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആ സ്വത്തൊക്കെ വീതം വെച്ചിട്ട് അതിലൊരു വീതം ഞങ്ങൾക്ക് കിട്ടാനുള്ളത് മേടിച്ചെടുക്കണം എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം. എന്തായാലും അവിടെ വരെ പോയില്ല. ഇനി എന്തായാലും മാനനഷ്ടത്തിന്റെ പേരിലാണെങ്കിലും നഷ്ടപരിഹാരം മേടിച്ചെടുക്കണമെന്നാണ് ഇപ്പം ഞങ്ങൾ ആലോചിക്കുന്നതെന്ന് പറയുകയാണ് വേണു ഉടനെ വേണുവിൻ്റെ ഭാവം ന്യായീകരിച്ച് പറയുകയാണ് കേട്ടോ. ഞങ്ങൾ അത്ര വലിയ പണക്കാരൊന്നും അല്ല. അധികം സ്വത്ത് സമ്പാദ്യമൊന്നും ഞങ്ങളുടെ കൈവശം ഇല്ലെന്നുള്ളതൊക്കെ നേര് തന്നെയാണ്. എന്നാലും എൻ്റെ മോൾക്ക് ഒരു കുറവുമില്ലാതെയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കെട്ടിച്ചു വിട്ടത്. പക്ഷെ ഞങ്ങൾക്ക് സ്വത്തൊക്കെ ഇച്ചിരി കുറവാണെന്നവർ മനസ്സിലാക്കിയപ്പോഴേ എൻ്റെ മോളെ ഓരോന്നൊക്കെ പറഞ്ഞവർ കുറ്റപ്പെടുത്താൻ തുടങ്ങി. അങ്ങനെയാ എൻ്റെ മോൾക്ക് അവിടെ ഉള്ളവരുടെ സ്വഭാവമൊക്കെ ശരിക്കും മനസ്സിലായത്. അങ്ങനെയാണ് പിന്നെ പ്രതികരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ പ്രതികരിച്ച് ഇപ്പം എൻ്റെ മോളെ കണ്ണെടുത്താൽ അവർക്ക് കണ്ടുകൂടാ. അതാ ഇതിനകത്തൊക്കെ സംഭവിച്ചത്. പിന്നെ അനി എന്ന് പറയുന്നവൻ ഏത് നേരം ആ നന്ദുവിൻ്റെ പിന്നാലെയാണല്ലോ. പിന്നെ എങ്ങനെ എൻ്റെ മോൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും? ആകെയുള്ള സപ്പോർട്ട് എൻ്റെ മോടെ അമ്മായിമ്മ മാത്രമാണ്. അവർക്കാണെങ്കിൽ അവിടെ ഒരു കാര്യം പറയാനുള്ള സ്വാതന്ത്ര്യവും ഇല്ല. എന്ത് പറഞ്ഞാലും അതൊക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയിപ്പോകും. അതാ അവിടുത്തെ കളികളെന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് സി ഐ സച്ചിക്ക് വേണു. ഇതൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും സി ഐ സച്ചി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഒരു പടിക്ക് 2 പക്ഷി അല്ലേ? എന്തായാലും നിങ്ങൾ ഈ കളിയൊക്കെ കളിച്ചത് അവിടുത്തെ സ്വത്തൊക്കെ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് തന്നെയല്ലേ? അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത്. അനിയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു നഷ്ടപരിഹാരം നിങ്ങൾ മേടിച്ചെടുക്കണം. അതിനു വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഈ വളഞ്ഞ മാർഗങ്ങളൊക്കെ സ്വീകരിച്ചതെന്ന് ചോദിക്കാണ് കേട്ടോ. അന്നേരം വേണു പറയുന്നുണ്ട്, അതേന്നേ, എന്താ അതിലിപ്പോൾ ഇത്ര സംശയം? എൻ്റെ മോളുടെ ജീവിതം വെച്ചിട്ടല്ലേ അവരൊക്കെ കളിച്ചത്. അപ്പം പിന്നെ നല്ലൊരു തുക കോമ്പൻസേഷൻ മേടിക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിക്കുകയാണ്. അന്നേരം സി ഐ സജി ഒന്നും പറയുന്നില്ല, ഇങ്ങനെ മിണ്ടാതിരിക്കുന്നുണ്ട്. എൻ്റെ മോളുടെ സ്വഭാവം അവർ കുടുംബമായിട്ട് ഒത്തുപോകുകയില്ലെന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ടാണ് എൻ്റെ മോളെ ആ കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് അവരും ശ്രമിക്കുന്നത്. ഇത് അവരുടെയും കൂടെ ഒരു ആവശ്യമല്ലേ സാറേ? അപ്പോൾ പിന്നെ നമ്മളത് മുതലാക്കാൻ ശ്രമിക്കണ്ടേ? എന്തായാലും എൻ്റെ മോള് അവിടുത്തെ ചെറുക്കനുമായിട്ടുള്ള ബന്ധം ഒഴിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന കോമ്പൻസേഷൻ തന്നെ അവർ തരാൻ തയ്യാറാകണം. ഇല്ലെങ്കിൽ എൻ്റെ മോൾ അവനെ ഡിവോഴ്സ് ചെയ്യുകയല്ല. ആ കിട്ടുന്ന കോമ്പൻസേഷൻ വെച്ചിട്ട് വേണം എൻ്റെ മോളുടെ ജീവിതം സേഫ് ആക്കാൻ. ആ കാശ് നമ്മുടെ കൈ കിട്ടിയാലേ അവർക്ക് ഡിവോഴ്സ് കൊടുക്കുകയുള്ളൂ. ആ ഒരു വഴി മാത്രമേ അവർക്ക് മുമ്പിലുള്ളൂ, അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നേരം ഇങ്ങനെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് വേണു. സി ഐ സച്ചിൻ പറയുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ കാര്യം, എൻ്റെ ആവശ്യം അതല്ല. അതൊക്കെ നിങ്ങളുടെ കാര്യം, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ.
നന്ദുവിനെ എനിക്ക് വിവാഹം കഴിക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം. നന്ദുവിൻ്റെ മനസ്സിൽ ഇപ്പോഴും അനിയുണ്ട്. ആ അനി എന്ന് പറയുന്നത് ഇപ്പോഴും നന്ദുവിൻ്റെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നുണ്ട്. നേരത്തേക്ക് അനാമിക പറയുന്നുണ്ട്, അത് CI സാറിന് തെറ്റി. അനി മാത്രമല്ല, നന്ദുവിനും അങ്ങനെ തന്നെയാണ്. നന്ദുവിന് അനിയൻ ജീവനാണ്. രണ്ടുപേരുടെ മനസ്സിലും നല്ല സ്നേഹമുണ്ട്. അതുകൊണ്ട് അവളെ വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന് CI സാർ ഒന്നും കൂടെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണെന്ന് പറയുകയാണ്. അവൾ മാത്രമല്ല, അവളുടെ ചേച്ചിമാരും അങ്ങനെ തന്നെയാണ്. സ്നേഹം കൊണ്ട് പണമുള്ള വീട്ടിലെ ചെറുക്കന്മാരെ കീഴ്പ്പെടുത്താനേ അവർക്കൊക്കെ നല്ല മിടുക്കാന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അനാമിക. അന്നേരം സച്ചിൻ പറയുന്നുണ്ട്, ഏയ് എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. നന്ദു ഒരു ബോൾഡായ പെൺകുട്ടിയാണ്. അതിലുപരി നന്ദു എൻ്റെ പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന എൻ്റെ ജൂനിയർ ഓഫീസറല്ലേ, അതുകൊണ്ട് എനിക്ക് അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല എന്ന് പറയുകയാണ് കേട്ടോ. പിന്നെ അവരിപ്പോഴും കോണ്ടാക്ട് ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചപ്പോഴും നന്ദുവിൻ്റെ ഫോൺ എൻഗേജ്ഡ് ആയിരുന്നു. എൻ്റെ കോള് കണ്ടിട്ട് പോലും അവൾ എന്നെ തിരിച്ച് വിളിച്ചില്ല. അങ്ങനെ സംശയം തോന്നി ഞാൻ സൈബർ സെല്ലുമായിട്ട് കണക്ട് ചെയ്ത് നോക്കിയപ്പോഴേക്കും ആ നന്ദുവിനെ വിളിച്ചത് അനിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇപ്പം നിങ്ങളുമായിട്ട് ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് ഞാൻ വന്നത്. അന്നേരം വേണു പറയുന്നുണ്ട്, എൻ്റെ പൊന്നു സാറേ, സാറിനറിയാവോ, പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ ഇടിച്ചു കയറി ചെന്നവനാ ഈ അനി. അതുപോലെ അവളെ കാണാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരുത്തനാ ഈ അനി എന്ന് പറയുന്നവൻ. അതുകൊണ്ട് സാറൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതെന്ന് പറയുകയാണ്. അപ്പോൾ അതൊക്കെയാണല്ലേ കാര്യങ്ങൾ. ഈ അനന്തപുരിയിൽ ആകെപ്പാടെ ഇപ്പോൾ ഒരു പുകമയൊക്കെ ആണല്ലോ. അതേന്നെ, ഇപ്പം എല്ലാം കൊണ്ടും മൊത്തത്തിൽ അവർ തകർന്നിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണെന്ന് വേണു പറയുന്നുണ്ട്. ആദർശാണ് ആ കുടുംബത്തിന്റെ നെടുന്തൂണ്. ആദർശിന്റെ പേരിലാണ് ഇതുപോലൊരു കേസ് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ അവിടെ വേറൊരാളും കൂടി ഉണ്ട്, അബി. അവനും ഒരു തലതെറിച്ചവൻ തന്നെയാണ്. ആ വീട്ടിലെ ആദ്യമുള്ള പ്രശ്നക്കാരൻ അബിയാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാവരും പ്രശ്നക്കാരാണെന്ന്. മൂർത്തി വലിയ ആദർശ ധീരനെന്നൊക്കെ പറഞ്ഞ ആള് കളിക്കുന്നുണ്ടെങ്കിലും കൊച്ചുമക്കൾക്കൊന്നും ആ ഒരു സ്വഭാവം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇതൊക്കെ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ സാറേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ വേണു. അന്നേരം അയാൾ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. CI പറയുന്നുണ്ട്, എന്തായാലും അനന്തപുരിയിലുള്ള എല്ലാവരെയും കുറച്ച് ചെറിയ ഹിസ്റ്ററിയൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അനിയെ തുടച്ചു മാറ്റിയേ പറ്റുള്ളൂ. അവൻ ഇപ്പോഴും അവളെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. അതെനിക്കൊട്ടും സഹിക്കുന്നില്ല. ഞാൻ കാണാതെ അവർ പരസ്പരം കാണുന്നുണ്ടോയെന്ന് വരെ എനിക്ക് സംശയമുണ്ടെന്നൊക്കെ പറയുകയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും അവനെ ഇല്ലാതാക്കണം എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരം വേണു പറയുന്നുണ്ട്, അയ്യോ സാറെന്താ ഉദ്ദേശിക്കുന്നത്? അന്നേരം CI പറയുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാവടോ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം എന്നിങ്ങനെ പറയുകയാണ്. ഇനി ഒരിക്കലും അവനെ കൊണ്ട് ഒരു ശല്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. നന്ദുവിനെ കേട്ടി എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം. നന്ദുവിനെ എനിക്ക് അത്രത്തോളം ഇഷ്ടമാണെന്ന് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ചെറിയൊരു ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അനാമിക പറയുന്നുണ്ട്, അതൊക്കെ സാറിൻ്റെ കാര്യം. എനിക്കാണെങ്കിൽ അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. അവളെ കാണുന്നതിന് എനിക്ക് വെറുപ്പാന്നൊക്കെ പറയുകയാണ്. ഞങ്ങളുടെ കാര്യം പറഞ്ഞല്ലോ സാറേ, ഞങ്ങൾക്ക് കിട്ടാനുള്ള കോമ്പൻസേഷൻ കിട്ടണം. എങ്കിൽ മാത്രമേ ഞങ്ങൾ ഡിവോഴ്സ് കൊടുക്കുകയുള്ളൂ. എന്തായാലും ഇപ്പം നമ്മളൊരു കേസ് മൂവ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഒരു കേസിന്റെ ബലത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്തു തീർക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലതെന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് വേണു അനാമികയോട് പറയുന്നുണ്ട്, മോളെ നമ്മളെന്തായാലും ഇനി തന്നെ ഒന്നും ചെയ്യണ്ട. നമുക്ക് എന്തായാലും CI സാറിന്റെ കൂടെ കൂടി സാറിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. സാറാകുമ്പോൾ അതൊക്കെ വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്തോളും. നമ്മളെ വലിയ രീതിക്ക് ബാധിക്കത്തുമില്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ നമ്മളാണെന്ന് വേറെ ആരും അറിയത്തുമില്ല. CI സാറിന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. സാറ് തന്നെ അതൊക്കെ വേണ്ട രീതിക്ക് മൂവ് ചെയ്ത് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആക്കിക്കോളും. നമുക്കവൻ ജീവിച്ചിരുന്നാലും ചത്തുപോയാലും ഒരു കുഴപ്പമില്ലല്ലോ മോളെ. നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയാൽ പോരെ, നമ്മളത് മാത്രം നോക്കിയാൽ പോരെ. പിന്നെ CI സാറിൻ്റെ ജീവിതത്തിൽ അവനൊരു പ്രശ്നം ആകാതിരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റിയാലേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും അവൻ അവിടെയും വരും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വേണുവാണെങ്കിലും CIയുടെ മനസ്സിലേക്ക് ഇങ്ങനെ വിഷം കുത്തി വെച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും CI സാറിൻ്റെ കൂടെ ഞങ്ങളും ഉണ്ടാവും. സാറിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞങ്ങളോട് ചോദിക്കാം. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ സഹായവും സാറിനുണ്ടാവും എന്നൊക്കെ പറയുകയാണ് കേട്ടോ അവര്. അങ്ങനെ CI സച്ചിയാണെങ്കിലും തീരുമാനിക്കുന്നുണ്ട്, ഞാനെന്തായാലും കുറച്ച് പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വേണം. വേണു പറയുന്നുണ്ട്, എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ ചെയ്യാൻ സാറേ, പക്ഷെ ഞങ്ങളിത് കൊടുക്കരുത്. ഏയ് അങ്ങനെയൊന്നും ആകില്ല എന്ന് CI പറയുകയാണ്. അങ്ങനെ കുടുങ്ങാതെ തന്നെ ചെയ്യാനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് CI അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. അങ്ങനെ CI അവിടുന്ന് പോയതിനു ശേഷം അനാമിക വേണുവിനോട് പറയുന്നുണ്ട്, അച്ഛാ നമ്മളൊന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. ഇറങ്ങിപ്പോയത് ഒരു പോലീസുകാരന്. അയാളുടെ ആവശ്യവും അനിയെ ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അയാളുടെ പോലീസ് ബുദ്ധിയിൽ എന്തെങ്കിലും ചെയ്തിട്ടെ അതൊക്കെ അവസാനം നമ്മുടെ തലയിലോട്ട് വരരുത്. നമുക്ക് അനിയോടുള്ള ദേഷ്യം തീർക്കാനായിട്ട് നമ്മൾ തന്നെ അവരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാണെന്ന് പിന്നെ അവസാനം വേണമെങ്കിൽ ഇയാൾ വരുത്തി തീർക്കും. അതുകൊണ്ട് നമ്മളും കുറച്ചൊക്കെ നോക്കിയും കണ്ടും വേണം നിൽക്കാൻ എന്നൊക്കെ പറയുകയാണ് കേട്ടോ അനാമിക. അന്നേരം വേണു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അയാളൊന്നും ചെയ്യില്ല മോളിത് കണ്ടോ എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത്രയും നാളും അയാൾ പറഞ്ഞത് മുഴുവൻ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വീഡിയോ സഹിതം. അതുകൊണ്ട് ഇനി അയാൾക്ക് രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. നമ്മളെ കുടുക്കിയിട്ട് അയാൾ മാത്രം അങ്ങനെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും അയാൾ ചെയ്തേ പറ്റത്തുള്ളൂ. അയാൾ വലിയ പോലീസ് ഓഫീസറൊക്കെ ആയിരിക്കും, പക്ഷെ നമ്മളുടെ കയ്യിലും അയാൾക്കെതിരെയുള്ള തെളിവുണ്ടല്ലോ. ഈ ഒറ്റ തെളിവ് കാണിച്ചാൽ തന്നെ അയാളുടെ ജോലിയും പോകും, അയാൾ ജയിലിലും ആകും. നമുക്കെതിരെ എന്തെങ്കിലും അങ്ങനൊരു ദുരുദ്ദേശം അയാളുടെ മനസ്സിലുണ്ടെങ്കിലേ
നമുക്ക് പിടിച്ചു നിൽക്കാൻ നമ്മുടെ കയ്യിലും ഒരു തെളിവിരിക്കട്ടെ എന്ന് ഓർത്തിട്ട് തന്നെയാണ് ഞാനിത് ചെയ്തതെന്ന് പറയുമ്പോഴേക്കും അനാമിക പറയുന്നുണ്ട്, അച്ഛനെ ഞാൻ സമ്മതിച്ചു. എന്തായാലും അച്ഛൻ്റെ ബുദ്ധി കൊള്ളാം. എന്തായാലും അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അച്ഛൻ റെക്കോർഡ് ചെയ്തെടുത്ത് നന്നായി എന്ന് പറയുകയാണ്. അയാൾ പറഞ്ഞ പോലെ അനിയ എന്തെങ്കിലും ചെയ്യുമോ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചെയ്യുവാണെങ്കിൽ ചെയ്യട്ടെ മോളെ, നമ്മുടെ ആവശ്യം അത് തന്നെയല്ലേ. ഇങ്ങനെയുള്ള അവന്മാരൊക്കെ എന്തിനാ പിന്നെയും ഈ ഭൂമിയിൽ ജീവിപ്പിച്ച് വെച്ചേക്കുന്നത്? എൻ്റെ മോളെ വേണ്ടെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോകാൻ നിന്നവനല്ലേ. അതുകൊണ്ട് അവൻ ഇച്ചിരി അനുഭവിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അവനിപ്പം മരിച്ചു പോയാലും നമുക്കൊരു പ്രശ്നവുമില്ല. വിധവയായിട്ടാണെങ്കിലും നമുക്ക് കിട്ടാനുള്ള കോമ്പൻസേഷൻ നമ്മൾ മേടിച്ചെടുക്കണം. അവന് തന്നെ കാണും ഒരു ഇന്ന സ്വത്ത്, അതിൻ്റെ പകുതിയെങ്കിലും നമുക്ക് കിട്ടിയാൽ അത് മതി മോളെ നമുക്ക് രക്ഷപ്പെടാൻ. നമ്മളിപ്പോൾ ഡിവോഴ്സ് കൊടുക്കാനായിട്ട് കോമ്പൻസേഷൻ ചോദിക്കുന്ന ചെറിയൊരു തുകയ്ക്കല്ലേ, ആ സമയത്ത് നമുക്ക് വലിയൊരു തുക കിട്ടിയാൽ നമുക്കതുകൊണ്ട് മെച്ചമല്ലേ ഉള്ളു മോളെ എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അനാമികയും വേണുവും രേവതിയൊക്കെ കൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് സച്ചിനാണെങ്കിലും ഗസ്റ്റ് ഹൗസിൽ വന്നിട്ട് ആലോചിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും അവനെ ഇല്ലാതാക്കണം. അവനിനി ജീവിച്ചിരുന്ന അത് ഞങ്ങളുടെ ജീവിതത്തെ തന്നെ ബാധിക്കും. നന്ദുവിന് ഇപ്പോഴും അവനോട് ഇഷ്ടമുണ്ട്. അതുകൊണ്ടാണല്ലോ എൻ്റെ കോള് കണ്ടിട്ടും അവൾ അവനോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. തന്നെയല്ല, നന്ദുവിന് ഇപ്പം എന്നോട് എന്തോ ഒരു നീരസമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. എന്നെ കാണാനും കൂട്ടാക്കുന്നില്ല, എന്നോട് അങ്ങനെ സംസാരിക്കാനും അവൾ താല്പര്യം കാണിക്കുന്നില്ലല്ലോ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം പെട്ടെന്ന് തന്നെ എടുക്കണം. എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും അവളെ ഞാൻ അവൻ ഒരിക്കലും വിട്ടുകൊടുക്കില്ല എന്ന് പറയുകയാണ് കേട്ടോ നമ്മുടെ സച്ചി. അങ്ങനെ അയാളാണെങ്കിലും ഇരുന്ന് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എങ്ങനെ അനിയെ ഒതുക്കാം എന്നൊക്കെ ഉള്ളത്, എങ്ങനെ അനിക്കിട്ട് ഒരു പണി കൊടുക്കാം, അനിയെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ എങ്ങനെ തുടച്ചു മാറ്റാം എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സച്ചി. അങ്ങനെ കിടക്കുന്ന സമയത്ത് നന്ദുവിനെ അയാൾ വിളിച്ച് നോക്കുന്നുണ്ട്. അപ്പം അന്നേരം നന്ദുവിൻ്റെ ഫോൺ എൻഗേജ്ഡ് അല്ല, പക്ഷെ നന്ദു കോൾ എടുക്കുന്നില്ല കേട്ടോ. 2 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയിട്ടും നന്ദു ഫോൺ എടുക്കാതെ വന്നപ്പോഴേക്കും അയാൾക്ക് ദേഷ്യം പിന്നെയും കൂടി. അയാൾ പറയുന്നുണ്ട്, അവൾ മനഃപൂർവ്വം എൻ്റെ കോൾ എടുക്കാത്തതാണ്. അത്രയ്ക്ക് അഹങ്കാരമായോടി. അങ്ങനെ ഞാൻ നിന്നെ വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ലടി. നിന്നെ ഞാൻ എൻ്റെ ഭാര്യ ആക്കിയിട്ടേ ഇരിക്കുകയുള്ളൂ എന്നൊക്കെ തന്നെ ചിന്തിക്കുകയാണ് സച്ചിൻ. അങ്ങനെ അയാൾക്ക് പരിചയമുള്ള ഒരു കൊട്ടേഷൻ ടീമിനെ തന്നെ വിളിക്കുന്നുണ്ട് കേട്ടോ. അന്നേരം അവർ ചോദിക്കുന്നുണ്ട്, എന്താ സാർ ഈ രാത്രിയിൽ എന്തെങ്കിലും കോൾ ഒത്തിട്ടുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും അതേടോ ഒരു കോൾ ഒത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അന്നേരം ചോദിക്കുന്നുണ്ട്, ആരാ സാറേ ആരെയാ തീർക്കേണ്ടത്, സാറ് പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അതൊരു ചെറിയ പയ്യനെയാ തീർക്കേണ്ടത്, ഒരത്യാവശ്യ കേസാ, അവനെ അങ്ങ് തീർക്കണം, പറ്റുമെങ്കിൽ ഇന്ന് തന്നെ തീർക്കണം എന്നൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പറയുകയാണ് കേട്ടോ. അന്നേരം അയാൾ പറയുന്നുണ്ട്, അത് നമുക്ക് നോക്കാം സാറേ, ഞാൻ എന്തായാലും ടൗണിൽ തന്നെ നിൽപ്പുണ്ട്, സാറ് ആളാരാന്ന് എന്നിങ്ങനെ പറയുകയാണ്. അന്നേരത്തേക്ക് സച്ചിൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും അവൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും അവൻ പോകുന്ന വഴിയൊക്കെ ഞാൻ അവൻ യാത്ര ചെയ്യാറുള്ള റൂട്ടൊക്കെ ഞാൻ അയച്ചു തരാം, താൻ തൻ്റെ ലോറിയുമായിട്ട് വേണം വരാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എല്ലാം ഞാൻ സ്കെച്ച് ഇട്ട് തരാം, അതിനനുസരിച്ച് അങ്ങ് ചെയ്താൽ മതി എന്നൊക്കെ പറയുകയാണ്. നമുക്ക് സെറ്റാക്കാം സാറ് ഫോട്ടോ മാത്രം ഇട്ട് തന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. സാർ എനിക്ക് എന്തോരം ഹെൽപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്, അതുകൊണ്ട് സാറിങ്ങനെ ഒരു ആവശ്യം പറയുമ്പോൾ ഞാൻ അതിനെ തട്ടിക്കളയുമോ സാറ് എന്തായാലും ഫോട്ടോ അയക്കുക എന്നിങ്ങനെ പറയുമ്പോഴേക്കും, താനങ്ങനെ വെറുതെ ഒന്നും ചെയ്യാണ്ടോ, തനിക്ക് ഞാൻ അതിന് കാശൊക്കെ തന്നോളാം, താൻ ധൈര്യമായിട്ട് ചെയ്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ചെയ്യുന്ന കാര്യം നീറ്റായിട്ട് അങ്ങ് ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അന്നേരം അയാൾ പറയുന്നുണ്ട്, ക്യാഷൊന്നും വേണ്ട സാറേ, ഇങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ എന്നെ ഒന്ന് സഹായിച്ചാൽ മതി, ചെയ്ത 2-3 കേസുകളിൽ കൂടി പെടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്, അതിൽ നിന്നൊക്കെ സാർ എന്നെ ഒന്ന് രക്ഷപ്പെടാൻ സമ്മതിച്ചാൽ മതി എന്നൊക്കെ പറയുകയാണ്. എന്തായാലും തെളിവൊന്നും ബാക്കി വയ്ക്കാതെ വേണം കാര്യം ചെയ്യാനായിട്ട്, ഇതിൻ്റെ പിന്നിൽ ഇനി ഒരു അന്വേഷണം വരരുതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും അയാൾ പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ല സാറിന് അറിയാമല്ലോ, നമ്മളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യും, ഒരു സംശയം ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. സാർ ഒന്നും കൊണ്ടും പേടിക്കണ്ട, ഇതിൻ്റെ പിന്നിൽ സാറാണെന്ന് ഒരു ഈച്ചക്കുഞ്ഞ് പോലും അറിയില്ല, അത്ര ഉറപ്പ് പോരെ സാറിന് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. എന്തായാലും സാർ ഫോട്ടോ ഒക്കെ അയച്ചേരെ, ഞാനെല്ലാം നീറ്റായിട്ട് ചെയ്തോളാം, സാർ ഒന്നും കൊണ്ടും പേടിക്കണ്ട എന്നൊക്കെ തന്നെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം ഉടനെ തന്നെ അയാൾക്ക് അയച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. അയാൾ ഉടനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, അയ്യോ സാർ ഇത് അനന്തപുരിയിലെ പയ്യനാണല്ലോ, അനന്തപുരിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമകനല്ലേ ഇത്, ഇയാളെയാണോ തട്ടേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, അതേടോ എന്താ തനിക്ക് പേടിയായോ, ഫോട്ടോ കണ്ട ഉടനെ തന്നെ താൻ വിറച്ചു പോയെന്ന് തോന്നുന്നല്ലോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും, അത് പിന്നെ സാറേ അനന്തപുരിയിലെ മൂർത്തി സാറിൻ്റെ കൊച്ചുമോനല്ലേ, അതുകൊണ്ടാ ചെറിയൊരു പേടി, അയാളെ സാറിന് അറിയാത്തതുകൊണ്ടാണ്, ആയ കാലത്ത് അയാളൊരു പുലിയായിരുന്നു, ഇപ്പോഴും അയാൾക്ക് ആ ശൗര്യത്തിന് കുറവൊന്നുമില്ല, അയാളുടെ കൊച്ചുമോനെ തൊട്ടെന്നറിഞ്ഞാൽ എൻ്റെ തല തന്നെ വെട്ടിക്കളയും, എടോ ഇതിൻ്റെ പിന്നിൽ താനാണെന്നുള്ളത് ആരറിയാൻ പോകാനാണ്, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ലോറിയുമായിട്ട് വന്നാൽ മതി, ലോറിയും കൊണ്ട് ഒരു തട്ട് കൊടുത്താൽ അവൻ അവിടെ കിടന്ന് പെടഞ്ഞു തീർന്നോളും, ഇതിൻ്റെ പിന്നിൽ താനാന്ന് പിന്നെ ആരെങ്കിലും അറിയാൻ പോകുന്നുണ്ടോടോ, എൻ്റെ ജീവിതത്തിലെ ഇവൻ ഭയങ്കര ശല്യമായിക്കൊണ്ടിരിക്കുക, ഇപ്പം ഞാൻ കല്യാണം ആലോചിച്ച് ഉറപ്പിച്ച പെണ്ണിൻ്റെ പിന്നാലെ ഇവൻ നടക്കുക, ഇവന് അവളോട് ഭയങ്കര സ്നേഹം, അവൾക്കും അതുപോലെ തന്നെ, എനിക്കാണെങ്കിൽ അവളെ മാത്രം വിവാഹം കഴിച്ചാലും മതി, ഇപ്പം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായിട്ടാണ് ഇവൻ നിൽക്കുന്നത്, ഇവനെ അതുകൊണ്ട് തട്ടിക്കളയണം എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്, താൻ എന്തായാലും ഞാൻ പറയുന്നത് കേൾക്കുക, ഇവനെ അങ്ങ് തട്ടിക്കളഞ്ഞേരെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അയാൾ പറയുന്നുണ്ട്, ശരി സാറേ ഞാൻ അക്കാര്യം ഏറ്റു,
ഇതിൻ്റെ പിന്നിൽ എന്ത് നൂലാമാലകൾ വന്നാലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്തിയേക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുകയാണ്. ആ കൊട്ടേഷനൊക്കെ കൊടുത്തിട്ടും CI സച്ചിക്കാണെങ്കിലും ഒരു സമാധാനമില്ലാതെ റൂമിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയത്ത് തന്നെ കൊട്ടേഷൻ സ്വീകരിച്ച ആ ഒരു ഗുണ്ടയുണ്ടല്ലോ, ആ ഗുണ്ടയാണെങ്കിലും അയാളുടെ വണ്ടിയിൽ ഇങ്ങനെ അനിയെ ഫോളോ ഒക്കെ ചെയ്ത് കുറച്ച് നേരം പിന്നാലെ പോകുന്നൊക്കെയുണ്ട്. അനിയുടെ ഇതൊക്കെ ബൈക്കും അതുപോലെ തന്നെ അനിയ സഞ്ചരിക്കുന്ന ആ റൂട്ടൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് വാച്ചൊക്കെ ചെയ്തിട്ട് എവിടെ വെച്ച് അവനെ തീർക്കണം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് അവരുടെ കുറച്ച് കയ്യാളികളെയും കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ 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 നേരെ ഇരുട്ടി തുടങ്ങുമ്പോഴേക്കും തന്നെ അനിയാണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അനി നീ രാത്രിയിൽ എവിടെ പോവുകയാണെന്ന്. അല്ല മുത്തശ്ശ, എൻ്റെ ഫ്രണ്ട്സ് അവിടെ കാത്തിരിക്കുന്നുണ്ട്, ഞാൻ അവരോട് പുറത്തേക്ക് ഒന്ന് പോവുകയാണെന്നൊക്കെ പറയുകയാണ്. ഈ സമയത്താണോ നീ ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നത്? വീട്ടിൽ നിന്ന് നിനക്കൊരു ചായ കുടിച്ചാൽ പോരെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അല്ല മുത്തശ്ശ, ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഒന്ന് പോയിട്ട് വരാം. എത്ര നേരമാണ് ഞാൻ ഈ വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്? ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കെന്തോ ഒരു ശ്വാസമുട്ടൽ പോലെ. ഞാനെന്തായാലും ഒന്ന് പുറത്ത് പോയിട്ട് വരാം എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഈ നേരത്ത് നീ പുറത്തോട്ട് പോകുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നേരത്തെ ഈ വീടിനെ കുറച്ച് ചിട്ടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ആരും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. മുതിർന്നവരാട്ടെ അതൊന്നും കാര്യമാക്കുന്നുമില്ല. എല്ലാം അവരവർക്ക് തോന്നുന്ന പോലെയൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. പോകുന്നു, പാതിരാത്രിക്ക് കയറി വരുന്നു, ഇറങ്ങിപ്പോകുന്നു. എല്ലാം അവരവരുടെ ഇഷ്ടങ്ങൾക്കാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഒന്നിനും ഒരു ചിട്ടയില്ല എന്നൊക്കെയുള്ള രീതിയിൽ മുത്തശ്ശൻ പറയുകയാണ് കേട്ടോ. അന്നേരം അനി പറയുന്നുണ്ട്, അത് പിന്നെ മുത്തശ്ശ, അവരെനിക്ക് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇന്നൊരു ദിവസം എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അനി അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അനി വീടിന് വെളിയിലേക്ക് ഇറങ്ങുന്നതൊക്കെ ആ ലോറിയിൽ ഇരുന്നുകൊണ്ട് ആ ഗുണ്ട ഇരുന്ന് കാണുന്നുണ്ടായിരുന്നു. അനി പോകുന്ന കണ്ടുകൊണ്ട് തന്നെ അയാളും അനിയെ ഫോളോ ചെയ്ത് പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ കുറച്ചു നേരം ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ചധികം മുന്നോട്ട് പോയി കഴിയുമ്പോഴേക്കും റോഡിലെങ്ങും ആരുമില്ലെന്ന് മനസ്സിലാക്കുന്ന ആ ഗുണ്ട ലോറി നല്ല സ്പീഡിൽ ഓടിച്ചോണ്ട് വന്നിട്ട് അനിയുടെ വണ്ടിക്കിട്ട് ഒറ്റ തട്ട് കൊടുക്കുകയാണ്. ലോറി വന്ന് ബൈക്കിൽ ഇടിക്കുമ്പോഴേക്കും തന്നെ അനി തെറിച്ചു പോയി റോഡിൽ വീഴുകയാണ്. അനിക്കാണെങ്കിൽ അവിടുന്ന് ചലിക്കാൻ പോലും ആകുന്നില്ല. അപ്പോഴേക്കും തന്നെ ആ ലോറിക്കാരൻ അവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം ആരെങ്കിലുമൊക്കെ ആൾക്കാർ ഓടിക്കൂടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ വണ്ടി നമ്പറൊക്കെ ചേസ് ചെയ്ത് പൊക്കുമെന്നുള്ളത് അറിയാമല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ സ്പീഡിൽ വണ്ടി തിരിച്ചു പോയി. അതേസമയത്ത് വണ്ടി ഇടിച്ച ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് തന്നെ കുറച്ച് ആൾക്കാർ അങ്ങോട്ടേക്കൊക്കെ ഓടി വരുന്നുണ്ട്. അങ്ങനെ അവിടെ ഓടിക്കൂടിയവരെല്ലാവരും തന്നെ അനിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലാക്കുന്നുണ്ട്. അങ്ങനെ അനന്തപുരിയിലെ പയ്യനാണെന്ന് മനസ്സിലാക്കിയ ആരോ ഒരാൾ പെട്ടെന്ന് തന്നെ മൂർത്തിനെയും ആദർശിനെയൊക്കെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഏത് ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോയെന്നുള്ള വിവരങ്ങളും പറയുന്നുണ്ട് കേട്ടോ. അന്നേരം ആകെപ്പാടെ എല്ലാവർക്കും അതൊരു ഷോക്കാവുന്നുണ്ട്. എല്ലാവരും ആകെ ടെൻഷനായിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അവനോട് ഞാൻ ആകെന്ന് പറഞ്ഞത് ഈ സമയത്ത് ഇറങ്ങി പോകണ്ടാന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ അവൻ ഇറങ്ങി പോയതാണ് അവൻ്റെ ഫ്രണ്ട്സിനെ കാണാനെന്നും പറഞ്ഞ്. അങ്ങനെ എല്ലാവരും തന്നെ ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. കാര്യങ്ങൾ അറിഞ്ഞ് ജാനകിയൊക്കെ പൊട്ടിക്കരയുകയാണ് കേട്ടോ. നന്ദു ആണെങ്കിലും ഈ വിവരമൊക്കെ അറിഞ്ഞിട്ട് ആകെ ടെൻഷൻ അടിച്ചിട്ട് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് തന്നെ വരികയാണ്. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോഴേക്കും തന്നെ അനിയുടെ സിറ്റുവേഷൻ ഇച്ചിരി മോശമാണെന്നും അവന് സീരിയസ് ആയിട്ട് ICUലാണെന്നൊക്കെ ഉള്ളത് അറിയുന്നുണ്ട്. അങ്ങനെ അവർ ഡോക്ടറിൻ്റെ അടുത്ത് കയറിയിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുകയാണ്, കുറച്ച് സീരിയസ് ആണ്, കുറച്ചധികം ബ്ലഡ് ലോസ് ആയിട്ടുണ്ട്, തലയ്ക്ക് നല്ല ക്ഷതമേറ്റിട്ടുണ്ട്, കൈയും കാലിനൊക്കെ പൊട്ടലുമുണ്ട്. അതുകൊണ്ട് എന്തായാലും ഇപ്പോൾ ഒബ്സർവേഷനിലാണ്, കുറച്ച് സമയം കഴിഞ്ഞിട്ടേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോഴും ഇത് കേൾക്കുമ്പോഴേക്കും അവർക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും എനിക്ക് ഈ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച് ഓർത്തിട്ട് ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കാണുമ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ വിഷമിക്കേണ്ട, ഈശ്വരൻ എന്തായാലും നമ്മുടെ കൂടെയുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ, നമ്മുടെ എനിക്കൊന്നും സംഭവിക്കുകയില്ല, അവനൊരു കുഴപ്പമില്ലാന്ന് തിരികെ വരും എന്നൊക്കെ തന്നെ പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഡോക്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, തല കേട്ടിട്ടുള്ള മുറിവ് നേഴ്സിനെയൊക്കെ ബാധിച്ചു എന്നറിയാനായിട്ട് പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് ബ്ലഡൊക്കെ സംഘടിപ്പിക്കണം എന്നൊക്കെ പറയാൻ കേട്ടോ. അതും കൂടെ കേൾക്കുമ്പോഴേക്കും അവരാകെ അങ്ങ് തളർന്നു പോകുന്ന പോലെ ആവുന്നുണ്ട്. എനിക്ക് ആക്സിഡന്റ് ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് തന്നെ പോലീസ് സ്റ്റേഷനിലും വിവരമൊക്കെ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. നന്ദുവിനാണെങ്കിലും ഇതൊട്ടും തന്നെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ജീവനെ പോലെ കരുതിയതാണ് അനിയെ. എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ, എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായതിൽ നന്ദുവിനാണ് ഭയങ്കര വിഷമം. നന്ദു ആണെങ്കിലും ഇരുന്ന് പൊട്ടി കരയുന്നുണ്ട്. ഈ ഒരു സമയത്ത് തന്നെ CI സച്ചിനെ വിളിച്ചിട്ട് ആ ഗുണ്ട പറയുന്നുണ്ട്, സാറേ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അവനെ തട്ടിയിട്ടിട്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് കടന്നു കളഞ്ഞു. അതുപോലെ അവിടെ ഓടിക്കൂടിയ ആൾക്കാരൊക്കെ അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടുണ്ട്. അവൻ്റെ കാര്യം എന്തായെന്നുള്ളത് എനിക്ക് അറിയില്ല. എന്തായാലും അവൻ തട്ടിപ്പോയില്ലേ എന്നുള്ളതിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല സാറേ, ഹോസ്പിറ്റലിലുണ്ടെന്ന് ഇങ്ങനെ പറയാൻ കേട്ടോ. ഞാൻ അറിഞ്ഞൂടോ, അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിച്ചിട്ടുണ്ടായിരുന്നു. മതി, അവൻ തട്ടിപ്പോയില്ലെങ്കിലും കുഴപ്പമില്ല, കുറേ നാളത്തേക്ക് അവൻ അനങ്ങാൻ വയ്യാതെ അവനങ്ങനെ കിടക്കുമല്ലോ, അത് മതി, എനിക്ക് സന്തോഷമായെന്ന് പറയുകയാണ് CI സച്ചിൻ. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എൻക്വയറിക്ക് ചെല്ലുന്ന പോലെ തന്നെ ഒന്നും അറിയാത്ത പോലെ CI സച്ചിൻ കോൺസ്റ്റബിൾസിനെയൊക്കെ കൂട്ടിക്കൊണ്ട് ആശുപത്രിയിലോട്ട് ചെല്ലുകയാണ്. ആദർശും ജയനും അജയനും എല്ലാവരും തന്നെ അവിടെ ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ഡോക്ടറാണെങ്കിലും പറഞ്ഞത് ഓപ്പറേഷൻ എത്രയും പെട്ടെന്ന് തന്നെ നടത്തണം, ഇന്റേണൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല, അതുകൊണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞാലേ എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ആ സമയത്ത് തന്നെയാണ് ഇങ്ങോട്ടേക്ക് സി എ സച്ചിൻ ഒന്നും അറിയാത്ത പോലെ വരുന്നതും. അങ്ങനെ നന്ദുവിനെ അവിടെ കാണുമ്പോഴേക്കും തന്നെ സി എ സച്ചിക്കങ്ങ് ഇളകുന്നുണ്ട് കേട്ടോ. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാ അവള്, എന്നിട്ട് അവൾ ഇവിടെ വന്ന് അവനെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ പറയുകയാണ് മനസ്സിൽ. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ ഇവക്കിട്ട് ഞാൻ കൊടുത്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് സി ഐ. ഞാൻ ആരാണെന്ന് ഞാൻ നിന്നെ കാണിച്ചു തരാവടി എന്നൊക്കെ മനസ്സിലിങ്ങനെ ചിന്തിച്ചുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നുണ്ട്. എന്നിട്ട് സി ഐ അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, സംഭവം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്, സ്റ്റേഷനിലേക്ക് കോള് വന്നിരുന്നു, എന്തായാലും അറിഞ്ഞ പാടെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു. എന്താ സംഭവിച്ചത്? ഏത് വണ്ടിയാണ് ഇടിച്ചത്? ഏതായാലും അവനെ എൻ്റെ കൈ കിട്ടിയാൽ ഇടിച്ച് അവൻ്റെ ചാറ് ഞാൻ പിഴിഞ്ഞെടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അതൊന്നും അറിയില്ല സാറേ, അവിടെ ഓടിക്കൂടിയ ആൾക്കാരാണ് അനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചത്. ആരാണ് ഇടിച്ചത്, എങ്ങനെ ഇടിച്ചതെന്നൊന്നും അറിയില്ല. ആദർശ് പറയുന്നുണ്ട്, ഒരുപാട് ബ്ലഡ് ലോസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തലയ്ക്ക് ഏറ്റിട്ടുള്ള അടി, അതുപോലെ തലയ്ക്ക് നല്ല ക്ഷതം ഏറ്റിട്ടുണ്ട്, അതുകൊണ്ട് ഇന്റേണൽ ബ്ലീഡിങ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാനായിട്ട് എമർജൻസി ആയിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് എന്നിങ്ങനെ പറയാൻ കേട്ടോ. കേൾക്കുമ്പോഴേക്കും സി എസ് സച്ചിയുടെ മനസ്സിൽ നല്ലൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. എന്തായാലും ഞങ്ങൾ അന്വേഷിക്കാം സാറേ, ഇത് ചെയ്ത ആരാണെങ്കിലും അവർ വെറുതെ വിടത്തില്ല എന്നൊക്കെ തന്നെ സി എസ് സച്ചിൻ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ പറഞ്ഞിട്ട് സി എസ് സച്ചി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. പക്ഷേ നന്ദു അവിടെ നിൽക്കുന്ന കണ്ടിട്ട് അതിൻ്റെ ഒരു ചുരുക്കമൊക്കെ ഉണ്ട്. എന്നാലും അനി ഇങ്ങനെ ഒരു അവസ്ഥയിലാക്കേണ്ട ഒരു സന്തോഷം അയാളുടെ മുഖത്ത് കാണാനുണ്ട്. അത് തന്നെയല്ല ഈ വിവരങ്ങളൊക്കെ വിളിച്ചിട്ട് വേണുവിനോടും അനാമികയോടും ഒക്കെ പറയുന്നുണ്ട്. എന്തായാലും അവൻ തട്ടിപ്പോണമെന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്തത്, പക്ഷെ അവൻ തട്ടിപ്പോയില്ല. എന്നാലും അവന് കാര്യമായിട്ടുള്ള പരിക്കൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കൈക്കും കാലിനൊക്കെ നല്ല പൊട്ടലുണ്ട്, അതുപോലെ തന്നെ നട്ടലിനും ചെറിയ പ്രശ്നമുണ്ട്. തന്നെയല്ല അവൻ്റെ തലയ്ക്ക് നല്ല അടി ഏറ്റിട്ടുണ്ട്. അവൻ്റെ തലയിൽ ഇന്റേണൽ ബ്ലീഡിങ് ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഒരു ഓപ്പറേഷനൊക്കെ ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാന്ന് അവരാരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല എന്നൊക്കെ തന്നെ ഇങ്ങനെ നമ്മുടെ സി എസ് സച്ചി അവരോട് പറയുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. അന്നേരം വേണുവിനും രേവതിക്കും അതുപോലെ അനാമികയ്ക്കൊക്കെ നല്ല ചിരിയാണ് കേട്ടോ വരുന്നത്. എന്തായാലും അവനത് വേണം എന്ന് തന്നെ അനാമിക പറയുകയാണ് കേട്ടോ. എന്നെ എത്രത്തോളം വിഷമിപ്പിച്ചത് അവൻ ഇത് അനുഭവിക്കേണ്ടത് തന്നെയാന്നൊക്കെ പറഞ്ഞിട്ട് അവ ഇങ്ങനെ സന്തോഷിച്ചിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ മുത്തശ്ശൻ ആളെ വെറുതെ ഇരിക്കുമൊന്നുമില്ലല്ലോ. മുത്തശ്ശൻ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാന്നുള്ളത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ